ഇത് കണ്ടോ? ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം നിങ്ങളൊരു സംഭവം കാണിക്കാൻ വേണ്ടിയാണേ. ഇതുങ്ങൾക്ക് എന്ത് വെച്ച് കൊടുത്താലും മുട്ടയിടാൻ വേണ്ടി ഒരു മൂലയ്ക്ക് കുറേ കട്ട സിമൻറ്റ് കട്ട വെച്ചിട്ട് അതവിടെ ഉണ്ടായിരുന്നതാണ് ആദ്യം. അപ്പോൾ അവിടെ കയറി മുട്ടയിടുകയുണ്ടായിരുന്നുള്ളൂ. എന്ത് വെച്ച് കൊടുത്താലും അതിൽ കയറി മുട്ടയിടത്തില്ലായിരുന്നു. അപ്പം ഹസ്ബൻഡ് നാട്ടിൽ വന്ന സമയത്ത് ഇപ്പം നാട്ടിലുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഒരു 4, 5 ടയറൊക്കെ വെച്ച് കൊടുത്ത് സെറ്റപ്പാക്കി കൊടുത്താൽ കാണുമ്പോൾ ഒരു വൃത്തിയുണ്ട്. പക്ഷെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരതിനകത്ത് മുട്ട ഇടുന്നുമുണ്ട്. ഇപ്പം 3, 4 ദിവസമായി അത് വെച്ച് കൊടുത്തിട്ട്. ഇപ്പം അതിനകത്തിട്ട് ഇരുന്ന് മുട്ട ഇടുന്നുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ എന്നോട് ആരോ ഒന്ന് ചോദിച്ചായിരുന്നു, ഏതൊരു ചേച്ചി ചോദിച്ചായിരുന്നു ഇങ്ങനെ കൂടിൻ്റെ പുറകുവശം ഒന്ന് കാണിക്കാമോ എന്ന്. ഇതാണ് എൻ്റെ പുറകുവശം വരുന്നത്. നമ്മളിവിടെയൊക്കെ ഇപ്പോൾ അത് വൃത്തിയാക്കിയതുള്ള കാടൊക്കെ ആയിരുന്നു നിറച്ചും. പുള്ളിക്കാരൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓരോന്നോരോന്ന് പതുക്കെ പതുക്കെ ചെയ്ത് തീർക്കുന്നേ ഉള്ളേ. നിങ്ങൾ കാണുന്ന പോലെ കണ്ടില്ലേ, വലിയൊരു കൂടാണ്. 10, 250 സ്ക്വയർ ഫീറ്റാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കോഴികൾ ഇറക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ നമ്മളത് ഓർഡർ കൊടുത്തായിരുന്നു. 100 കോഴിക്കുഞ്ഞുങ്ങളോട് ഇറക്കാൻ വേണ്ടി നമ്മൾ ഓർഡർ കൊടുത്തു. പക്ഷേ ഇപ്പോൾ നാട്ടിൽ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ചൂടുകാലത്ത് ഈ സമയത്ത് കോഴിക്കുഞ്ഞുങ്ങൾ ഇറക്കാനൊരു പേടിയാണ്. ചത്തെങ്ങാനും പോയാലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ പിന്നെ ഈ ചൂടൊക്കെ ഇച്ചിരി കുറയട്ടെ എന്ന് വിചാരിച്ച് നമ്മളത് മാറ്റി നിർത്തിയേക്കുവാണ്. എന്തായാലും നമുക്ക് ഇറക്കണം. കാരണം ഒത്തിരി താല്പര്യമുള്ളൊരു സംഭവമാണിത്. അപ്പോൾ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. നിങ്ങൾ കണ്ടില്ലേ, ഇലയും പുല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കൊടുത്ത് തിരച്ചിലുമൊക്കെ നമുക്ക് നല്ലോണം കുറയ്ക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെറിയൊരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞാൻ മറുപടി തരുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.